ഹൈ ഗൈസ്, വെൽക്കം ടു വിദ്യ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു ലിറ്റററി ക്രിറ്റിസിസമാണ് ആർട്ട് ആസ് ടെക്നിക്ക് ബൈ വിക്ടർ ഷ്ക്ലോസ്കി. അത് പറയുന്ന മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ 3 ലിറ്റററി ക്രിറ്റിസിസം പറഞ്ഞതാണ്. ഇച്ചിരി ഹാർഡായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള 3 ലിറ്റററി ക്രിറ്റിസിസം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ തന്ന നോട്ട്സ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ ഫോമിലുള്ള നോട്ടാണ്. ഈ ഒരു വീഡിയോയിലും റിട്ടൺ ഫോമിലുള്ള നോട്ടാണ് തരുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ നോട്ടുകൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇനി നമ്മളത് അങ്ങനെ ഫോൾട്ട് വരത്തില്ല. നല്ല ക്ലാരിറ്റിയുള്ള നോട്ട്സുകൾ തന്നെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയുടെ ക്വാളിറ്റി കണ്ടൻസ് ഉള്ള നോട്ട്സുകൾ നമ്മൾ ടെലഗ്രാം ചാനൽ എൻ്റെ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബട്ടണിൽ എൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കി എടുത്താൽ മതി. അപ്പം നമുക്കിതിൻ്റെ ഇതിലോട്ട് പോവാം. ആർട്ട് ആസ് ടെക്നിക്ക് ബൈ വിക്ടർ ഷ്ക്ലോസ്കി. അതിനുമുമ്പ് ചെറിയൊരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ എനേബിൾ ചെയ്തേക്കാം. സോ വിക്ടർ ഷ്ക്ലോസ്കി, ആർട്ട് ആസ് ടെക്നിക്ക്. Russian formalism was a literary movement in Russia that started in 1915, where literary scholars like Viktor Shklovsky. ഓക്കെ, റഷ്യൻ ഫോമലിസം എന്ന് പറയുന്നത് റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. റഷ്യൻ ഫോമലിസം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസമാണ്. റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത 1910 തൊട്ട് 1930 ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ലിറ്റററി ക്രിറ്റിസിസം മൂവ്മെൻ്റ് ആണ് റഷ്യൻ ഫോമലിസം എന്ന് പറയുന്നത്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തതിൽ പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണ് സോവിയറ്റ് സ്കോളറായ നമ്മൾ പഠിക്കുന്ന ഈ വർക്കിൻ്റെ ഉടമയായ വിക്ടർ ഷ്ക്ലോസ്കി എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. പ്രൊഡ്യൂസിങ് നോ യൂണിഫൈഡ് ഡോക്ട്രിൻ എന്ന് വെച്ചാൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഡോക്ട്രിൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. യൂണിഫൈഡ് ആയിട്ടുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല പോയം വർക്കുകൾ എന്ന് പറയുന്നത്. ഇതൊരു ഡൈവേഴ്സ് മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യാസമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഏത് റഷ്യൻ ഫോമലിസം എന്ന് പറയുന്നത്. റഷ്യൻ ഫോമലിസം എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പൊയറ്റിക് ലാംഗ്വേജിനും ലിറ്ററേച്ചറിനും ഒരു ഓട്ടോണമി കൊടുക്കുക, സ്വയം ഭരണാവകാശം കൊടുക്കുക, സ്വന്തമായിട്ടുള്ളൊരു രീതി കൊടുക്കുക. പൊയറ്റിക് ലാംഗ്വേജിനും ഓരോ റൈറ്റേഴ്സിനും പൊയറ്റിക് ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ഒരു ഓട്ടോണമി കൊടുക്കുക. അതാണ് റഷ്യൻ ഫോമലിസം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം അതുപോലെ തന്നെ ഷ്കോസ്കി എന്ന് പറയുന്നത് റഷ്യയിലുള്ള ഒബ്ജാസ് ഗ്രൂപ്പിൻ്റെ ഒരു ഫൗണ്ടർ കൂടിയാണ്. ഈ ഒപ്പോജാസ് കേട്ടോ, OPOGAZ. ഒപ്പോജാസ് എന്ന് പറഞ്ഞാൽ അതൊരു റഷ്യൻ അക്രോണിമാണ്, അബ്രിവേഷൻ ഉള്ള ഒരു ടേമാണ്. സോ അതിൻ്റെ മലയാളമല്ല, ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പൊയറ്റിക് ലാംഗ്വേജ് ആണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിസ്റ്റിങ് മൂവ്മെൻ്റ് ആണ് ഒപ്പോജാസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ റഷ്യൻ ഫോമലിസം ബൈ ഇൻട്രൊഡ്യൂസിങ് ഹിസ് ലിറ്റററി കൺസെപ്റ്റ് ഓഫ് ആർട്ട് ആസ് എ ടെക്നിക്ക്. കലയെ ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ച ഒരു ലിറ്റററി കൺസെപ്റ്റ് ഒബ്ജാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ലിറ്റററി മൂവ്മെൻറ്റിലൂടെ പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ കലയെ, ആർട്ടിനെ ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു ലിറ്റററി കൺസെപ്റ്റ് ഈ ഒപ്പോജാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അബ്രിവേഷൻ പറയാൻ വെച്ചിട്ട് മെനക്കേടാണ്. അതിൽ ഇംഗ്ലീഷ് അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പൊയറ്റിക് ലാംഗ്വേജ് പഠിക്കാനുള്ള സൊസൈറ്റി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹി റിമൈൻസ് ദാറ്റ് ഒരു എഴുത്തുകാരൻ എന്തു ചെയ്യണം? എൻവിഷൻ എ വർക്ക് ഓഫ് ആർട്ട് ആസ് ടെക്നിക്ക്. ഒരു ആർട്ടിസ്റ്റിക് വർക്ക് ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യണം, ടെക്നിക്കായിട്ട് കാണണം എന്നാണ് പറയുന്നത്. എൻവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ ചിത്രീകരിക്കണം അല്ലെങ്കിൽ വിഭാവനം ചെയ്യണം എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പം ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ടെക്നിക്കായിട്ട് കാണണം. ദ ടെക്നിക് ഫോർ ഹിം ഈസ് നോട്ട് ഓട്ടോമാറ്റിക് ആൻഡ് സ്റ്റാറ്റിക്. അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആകാനും പാടില്ല, സ്റ്റാറ്റിക് ആകാനും പാടില്ല. എന്ന് വെച്ചാൽ നിശ്ചലമായിട്ട് സ്ഥിതി ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക് ആക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിന് വേണ്ടി പറയണ്ട. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടെക്നിക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആക്കാൻ പാടില്ല, സ്റ്റാറ്റിക് ആക്കാൻ പാടില്ല. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചലമായിട്ടിരിക്കുക. ടെക്നിക്ക് ഈസ് ഓൾവേസ് അൺലിമിറ്റഡ്, ഡൈനാമിക് ആൻഡ് വോളറ്റൈൽ. ടെക്നിക്ക് എങ്ങനെ ആയിരിക്കണം? എല്ലായ്പ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കണം, ലിമിറ്റ്ലെസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാണണം. അതുപോലെ ഡൈനാമിക് ആയിരിക്കണം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചലഞ്ചമുള്ള അല്ലെങ്കിൽ ചലനാത്മകമായ അല്ലെങ്കിൽ ശക്തിപരമായ, ഊർജ്ജ സംബന്ധിയായ എന്നൊക്കെ ഡൈനാമിക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ശക്തിപരമായ അല്ലെങ്കിൽ ചലനാത്മകമായിരിക്കണം. അതുപോലെ തന്നെ വോളറ്റൈൽ ആയിരിക്കണം എന്ന് വെച്ചാൽ ഉന്മേഷമുള്ള അല്ലെങ്കിൽ കലുഷിതമായ എന്നൊക്കെ അർത്ഥം വരുന്നത്.
എന്താ ശീലമുള്ള നല്ല ഉന്മേഷമുള്ളതായിരിക്കണം, വോളറ്റൈൽ ആയിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം, എന്ന് വെച്ചാൽ പവർഫുൾ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടെക്നിക്ക് എന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കണം, അൺലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. റഷ്യൻ ഫോർമലിസ്റ്റ് അഡ്വക്കേറ്റഡ് എ സയന്റിഫിക് മെത്തേഡ് ഫോർ സ്റ്റഡിങ് പോയറ്റിക് ലാംഗ്വേജ് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ട്രഡീഷണൽ സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസ്. റഷ്യൻ ഫോർമലിസ്റ്റുകൾ എന്താണ് ചെയ്തത്? പുതിയ തരത്തിലൊരു മെത്തേഡ് അവർ അഡ്വക്കേറ്റ് ചെയ്തു. പുതിയ തരത്തിലുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയപരമായിട്ടുള്ളൊരു മെത്തേഡ്, അതായത് പോയത്തിൽ, വർക്കിൽ, ആർട്ടിൽ എന്ത് കൊണ്ടുവന്നേക്കാണ്? ശാസ്ത്രീയപരമായിട്ടൊരു അടിത്തറ കൊണ്ടുവന്നേക്കാണ് അല്ലേ? സയൻറ്റിഫിക് മെത്തേഡ് കൊണ്ടുവന്നേക്കാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്, പൊയറ്റിക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി, കവിതാപരമായിട്ടുള്ള ഭാഷ പഠിക്കാൻ വേണ്ടി സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡ്. സയൻറ്റിഫിക് എന്താ? ഫാക്റ്റുകളെ ബേസ് ചെയ്ത്, എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്താണ് സയൻറ്റിഫിക് മെത്തേഡ് നടത്തുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു തോട്ടുകളൊക്കെ ഉള്ള ലോകമായ പൊയറ്റിക് ലാംഗ്വേജിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു. ആര്? റഷ്യൻ ഫോർമലിസ്റ്റുകൾ. അവരെന്ത് ചെയ്യുന്നു? അവരെന്ത് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത്? എന്ത് എക്സ്ക്ലൂഷൻ നടത്തി? അവരെന്ത് ബഹിഷ്കരിച്ചു? ട്രഡീഷണൽ സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസ്, പാരമ്പര്യമായിട്ടുള്ള ബോധപരമായിട്ടുള്ള അപ്രോച്ചസ്, അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അപ്രോച്ചുകൾ അവർ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പൊയറ്റിക് ലാംഗ്വേജിന് ഒരു സയൻറ്റിഫിക് മെത്തേഡ് ആര് കൊണ്ടുവന്നു? റഷ്യൻ ഫോർമലിസ്റ്റുകൾ കൊണ്ടുവന്നു. ഓക്കെ, ഈ ഒബോജാസ് എന്ന് പറയുന്നത് ഞാൻ വെട്ടി OPOGAZ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. കാരണം പല സൈറ്റുകൾ കയറിയാലും പല രീതിയിലാണ് അതിൻ്റെ ഒരു അക്രോണിമി വെച്ചേക്കുന്നത്. നിങ്ങൾ ഇപ്പം വേറെ സൈറ്റിൽ കയറിയപ്പോൾ YJAZ എന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കറക്റ്റ് വിക്കിപീഡിയ എല്ലാം കറക്റ്റ് ഫാക്റ്റുകൾ ബേസ് ചെയ്ത് കിടക്കുന്നത്. വിക്കിപീഡിയയിൽ കിടക്കുന്നത് OPOGAJAZ എന്നാണ്. അതിൻ്റെ കറക്റ്റ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഓതി കിടപ്പുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് വിശ്വസിക്കാം. JAZ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ദ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ഗ്രൂപ്പ്. നമ്മൾ തൊട്ട് മുമ്പ് അതിൻ്റെ അബ്രിവേഷൻ പറഞ്ഞതാണല്ലേ. ദ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ദ പോയറ്റിക് ലാംഗ്വേജ് ഗ്രൂപ്പാണ് അതിൻ്റെ ഇംഗ്ലീഷ് അബ്രിവേഷൻ. യഥാർത്ഥത്തിൽ റഷ്യൻ വേർഡാണ്. റഷ്യൻ അബ്രിവേഷൻ നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നട്ടലോടിയും, അതുകൊണ്ട് അത് പഠിക്കാൻ നിൽക്കേണ്ട, ഇത് പഠിക്കാൻ നിൽക്കുക. ദ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ഗ്രൂപ്പ്. ഷ്ലോസ്കി വാസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ ഫോർമൽ മെത്തേഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ടെക്നിക് ആൻഡ് ഡിവൈസ്. ഷ്ലോസ്കി ഏതിനാണ് കുറച്ചുകൂടെ കൺസേൺ കൊടുത്തത്? പ്രാഥമികമായിട്ട് പുള്ളിക്കാരൻ കൺസേൺ കൊടുത്തത് ഫോർമൽ ആയിട്ടുള്ള മെത്തേഡുകൾക്കാണ്. എന്നിട്ട് ടെക്നിക്കുകളിലും ഡിവൈസുകളിലും അദ്ദേഹം ഫോക്കസ് ചെയ്തു. എന്താണെന്ന് നമുക്ക് തുടർന്നുള്ള പാരഗ്രാഫിൽ പഠിക്കാം. ലിറ്റററി വർക്ക്സ് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ റിസംബിൾസ് മെഷീൻസ്. നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക് ആയിട്ടുള്ള അടിത്തറയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അപ്പം ലിറ്റററി മോഡൽ, സാഹിത്യപരമായിട്ടുള്ള വർക്ക്സ്, ലിറ്റററി വർക്ക്സ്, സാഹിത്യപരമായിട്ടുള്ള വർക്ക്സ് ഈ ഒരു മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ മെഷീൻസുമായിട്ടാണ് അതിന് സാദൃശ്യമുള്ളതാണ് ഷ്ക്ലോസ്കി പറയുന്നത്. ഷ്ക്ലോസ്കി ഇൻസിസ്റ്റഡ് ദാറ്റ് നോട്ട് ഓൾ ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ് ഡീഫെമിലറൈസ് ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കലാപരമായിട്ടുള്ള ടെക്സ്റ്റുകളും എന്ത് ചെയ്യുന്നില്ല? ലാംഗ്വേജിനെ ഡീഫെമിലറൈസ് ചെയ്യുന്നില്ല. ഡീഫെമിലറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് ടെക്നിക്കാണ്. എങ്ങനെ? ഓഡിയൻസിന്, അതായത് റീഡേഴ്സിന് ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അൺഫെമിലിയറും സ്ട്രേഞ്ചുമായിട്ടുള്ള വേയിലൂടെ അല്ലെങ്കിൽ ലാംഗ്വേജിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. എന്താണത്? ലിറ്ററേച്ചർ സാഹിത്യത്തിൽ കാണുന്നത് തന്നെയാണ്. അൺഫെമിലിയർ വേർഡിലൂടെയാണ് പല കൺസെപ്റ്റും, അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ സ്നേഹമായിരിക്കാം, പ്രണയമായിരിക്കാം, അത് കുറച്ച് വളച്ച് കെട്ടി ഇങ്ങനെ തൊടുന്നതിന് പകരം തിരിഞ്ഞു വന്ന് വളഞ്ഞു കെട്ടി തൊടുക, വേറൊരു ചിന്താഗതിയിലൂടെ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരിക. അതാണ് ഡീഫെമിലറൈസേഷൻ. അത് ഏതിലുണ്ട്? ലിറ്ററേച്ചറിലുണ്ടെന്നാണ് ലിറ്ററേച്ചർ നമ്മൾ കാണുന്നത്, ദൈനംദിനം നമുക്ക് വായിക്കുന്നതല്ലേ, അതിലുണ്ട്. അപ്പം ഇത് എന്താ പറയുന്നത്? ഷ്ക്ലോസ്കി ഇൻസിസ്റ്റ് ചെയ്യുന്നത് എല്ലാ ആർട്ടിസ്റ്റിക് ടെക്സ്റ്റുകളും എന്ത് ചെയ്യുന്നില്ല? ലാംഗ്വേജിനെ ഡീഫെമിലറൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഹിസ് മെയിൻ ഒബ്ജക്റ്റീവ് ഇൻ ആർട്ട് ആസ് ഡിവൈസ് ഈസ് ടു ഡിസ്പ്യൂട്ട് ദ കൺസെപ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം കോമൺ ഇൻ റഷ്യ അറ്റ് ദാറ്റ് ടൈംസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആർട്ടിനെ ഒരു ഡിവൈസ് ആയിട്ട് കാണുക, ആർട്ടിനെ ഒരു ഡിവൈസ് ആയിട്ട് കണ്ടുകൊണ്ട് എന്തിനെ ഡിസ്പ്യൂട്ട് ചെയ്യുക, എന്തിനോട് മത്സരിക്കുക അല്ലെങ്കിൽ വ്യവഹരിക്കുക. എന്തിനാണ് വ്യവഹരിക്കുന്നത്? ദ കൺസെപ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. റഷ്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന കോമൺ ആയിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള നിരൂപണങ്ങളോട് വാക് സമരത്തിൽ അല്ലെങ്കിൽ വിവാദത്തിൽ ഏർപ്പെടുകയാണ് ആര്? നമ്മുടെ ഷ്ലോസ്കി അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൂടെ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒബ്ജക്റ്റീവിലൂടെ. ലിറ്ററേച്ചർ വാസ് കൺസിഡർഡ് ആസ് വൺ ഹാൻഡ് ടു ബി എ സോഷ്യൽ പ്രോഡക്റ്റ്. ഓൺ ദി അതർ ഹാൻഡ് ലിറ്ററേച്ചർ വാസ് കൺസിഡർഡ് ടു ബി ദ പേഴ്സണൽ എക്സ്പ്രഷൻ ഓഫ്
ഓതേഴ്സ് വേൾഡ് വിഷൻ എക്സ്പ്രസ്ഡ് ബൈ മീൻസ് ഓഫ് ഇമേജസ് ആൻഡ് സിമ്പിൾസ്. ഒന്നുമില്ല, എന്താ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു സൊസൈറ്റിയുടെ പ്രോഡക്റ്റാണ്, സാമൂഹ്യപരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അതിൻ്റെ ഒരു ബലമാണ്. സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാഹിത്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ പ്രോഡക്റ്റാണ്. മറ്റൊരു വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം, അതായത് പേഴ്സണലായിട്ടുള്ള എക്സ്പ്രഷൻ, ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ സ്വന്തം ചിന്തകൾ, സ്വന്തം ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ ലോകത്തെ പറ്റിയുള്ള ആ ചിന്താഗതികൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഏതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു? ഇമേജസിലൂടെയും സിമ്പിൾസിലൂടെയും എക്സ്പ്രസ് ചെയ്യുന്നു. തൻ്റേതായ ആ ഇമോഷൻസ്, തൻ്റെ ഫീലിങ്സ്, തൻ്റെ വാക്കുകൾ സാഹിത്യം എന്ന് പറഞ്ഞ ടൂളിലൂടെ അത് ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിറ്ററേച്ചർ എന്ന് വിളിക്കാം. ഹിസ് വർക്ക് സിമുലേറ്റർ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സബ്സീക്വൻറ്റ് സ്ട്രക്ചറലിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് എന്തിനെ ഉത്തേജിപ്പിക്കുന്നു, എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സബ്സീക്വൻറ്റ് സ്ട്രക്ചറലിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. എന്താ സ്ട്രക്ചറലിസം? സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശാസ്ത്രശാഖ വേറൊരു ശാസ്ത്രശാഖയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ഹ്യൂമൻ കൾച്ചർ, മനുഷ്യൻ്റെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, കുറച്ചുകൂടെ ബ്രോഡർ സിസ്റ്റത്തിൽ കാണുകയാണെങ്കിൽ അതൊക്കെ സ്ട്രക്ചറലിസമാണ്. അതിനെയാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക? ഈ ഒരു വർക്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഒരു സ്ട്രക്ചറലിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പുള്ളിക്കാരൻ ഇവിടെ നടത്തുകയാണ്. സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പുള്ളിക്കാരൻ ഇവിടെ നടക്കുകയാണ്. അടുത്ത പാരഗ്രാഫിൽ ഷ്കോസ്കീസ് കൺസെപ്റ്റ് ഓഫ് ആർട്ട് ടെക്നിക് ഈസ് ഡയറക്റ്റഡ് ടു ഹിസ് വിഷൻ ഓഫ് ഹൗ ടു മേക്ക് എ വർക്ക് ഓഫ് ആക്ട് മോർ ആർട്ടിസ്റ്റിക് ബൈ മേക്കിങ്. ഒരു വർക്ക് എന്താ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർട്ടിസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ്. എന്ത് വിഷനാണ്? എങ്ങനെ ഒരു വർക്ക് ഓഫ് ആർട്ട് കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആക്കാം, ഉണ്ടാക്കുന്നതിൽ, അതായത് അത് നിരൂപിക്കുന്നതിൽ കുറച്ചുകൂടെ എങ്ങനെ ആർട്ടിസ്റ്റിക് ആക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷനിൽ അദ്ദേഹം പറയുന്നത്. ദ ഓട്ടോമാറ്റിക് ആൻഡ് ഹാബിച്വൽ പെർസെപ്ഷൻ ആർ റിന്യൂഡ് by making the automatic and habitual perceptions and renewed. എങ്ങനെ? ദ ഓട്ടോമാറ്റിക് ഹാബിച്വൽ പെർസെപ്ഷൻ റിന്യൂഡ്. അതായത് ദൈനംദിനമുള്ള, അതായത് പതിവായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്ത് എങ്ങനെ നമുക്ക് മാറ്റാം, പതിവായിട്ടുള്ള ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് റിന്യൂ ചെയ്യാമെന്നാണ് ഇവിടെ അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ആൾട്ടർ ചെയ്യുക. വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യത്തില്ലേ, പതിവായിട്ടുള്ള മോഡിഫിക്കേഷൻ മാറ്റിയിട്ട് ഒന്നിച്ച് വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് അദ്ദേഹം ഇതിൽ ചിന്തിക്കുന്നത്. ആർട്ടിസ്റ്റ് ടെക്നിക്ക് ഷ്കോസ്കി റീഇൻറ്റർപ്രറ്റ്സ് പോഡ്നിയാസ്. അത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയത്തില്ല, എങ്ങനെയാലും നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ നമുക്ക് വായിക്കാം. ഷ്കോസ്കി റീഇൻറ്റർപ്രറ്റ്സ് പോഡ്നിയാസ് പെർസ്പെക്റ്റീവ് അബൌട്ട് ലിറ്ററേച്ചർ ഫ്രം റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി. അപ്പോൾ പോഡ്നിയാസിൻ്റെ ഒരു വീക്ഷണത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന റിയാലിറ്റിയും ഫാൻറ്റസിയും കൂടെ ഒരു മിങ്കിളാണ്, റിയാലിറ്റിയുടെയും ഫാൻറ്റസിയുടെയും ഒരു മിങ്കിളാണ്. പുള്ളിക്കാരൻ അത് എടുത്ത് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു തിയറിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതിലൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു എക്സാം ഓറിയൻറ്റഡ് അപ്രോച്ച് മാത്രമാണ് നമ്മൾ ഇതിൽ നടത്തുന്നത്. അപ്പോൾ മെയിൻ പോയിന്റ് മാത്രം പറഞ്ഞു പോവുകയാണ്, അതേപടി കാണാൻ പഠിച്ചു വെക്കുക. ഷ്കോസ്കി ആർഗ്യൂസ്, അദ്ദേഹം വാദിക്കുന്നു എന്ത്? ആർട്ട് ഈസ് തിങ്കിങ് ഇൻ ഇമേജസ്. ആർട്ട് എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത് ഇമേജസിൻ്റെ ഒരു തിങ്കിങ് ആണ്, ചിന്തയാണ്. അതായത് ചിത്രങ്ങളുടെ ഒരു ചിന്തയാണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് ഈസ് തിങ്കിങ് ഇൻ ഇമേജസ്. ആർട്ട് ഫ്രം ഷ്കോസ്കീസ് പെർസ്പെക്റ്റീവ് ഈസ് എ ബ്രോഡ് സബ്ജക്റ്റ് ആൻഡ് ക്യാൻ ലീഡ് ടു മൾട്ടിപ്പിൾ അക്യൂസേഷൻസ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ സ്ട്രക്ചറലിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ, മനുഷ്യൻ വലിയൊരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. അവൻ്റെ പല ശാസ്ത്രീയ ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതിൽ പുള്ളിക്കാരൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പെർസ്പെക്റ്റീവ് ഇത് ആർട്ട് എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സബ്ജക്റ്റാണ്, വലിയ ഒരു സബ്ജക്റ്റാണ്, ബ്രോഡായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കല എന്ന് പറയുന്നത്. അത് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു? ക്യാൻ ലീഡ് ടു മൾട്ടിപ്പിൾ അക്യൂസേഷൻസ്. അതെങ്ങോട്ടേക്ക് ലീഡ് ചെയ്യാം? നമ്മളെ മൾട്ടിപ്പിൾ അക്യൂസേഷനിലേക്ക് ലീഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. വെൻ അനലൈസിങ് ആർട്ട് ടു ഇമേജസ്, ഷ്കോസ്കി ഈസ് ബേസിക്കലി ഡിസ്ക്രൈബിങ് എ ടിപ്പിക്കൽ വർക്ക് ഓഫ് ആർട്ട് ടു സിംബലൈസ് സംതിങ് അബ്സ്ട്രാക്റ്റ്. ഷ്കോസ്കിയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു ടിപ്പിക്കൽ വർക്ക് ഓഫ് ആർട്ട് എന്താ പറയുന്നത്, ഈ
ആർട്ട് എന്ന് പറയുന്ന ആർട്ട് ഇമേജസ് ആണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആർട്ട് ഈസ് തിങ്കിങ് ഇൻ ഇമേജസ്. ആർട്ട് ഇമേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഷ്കോൾസ്കി പറയുകയാണ് ബേസിക്കലി ഡിസ്ക്രൈബിങ് ദാറ്റ് എ ടിപ്പിക്കൽ വർക്ക് ഓഫ് ആർട്ട്, ഒരു ടിപ്പിക്കൽ വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? സംതിങ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അബ്സ്ട്രാക്റ്റ് കോൺക്രീറ്റ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, പ്രണയം, ഇതൊക്കെ അബ്സ്ട്രാക്റ്റ് തോട്ട്സ് ആണ് അല്ലേ. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ചിന്താഗതിയിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്, സിംബലൈസ് ചെയ്യുകയാണ് ആർട്ട് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമൂർത്തമായ ആശയം, അമൂർത്തമായ ഒരു ആശയത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. ഷ്കോൾസ്കി എക്സ്ക്ലെയിം ദാറ്റ് ദ ടെക്നിക് ഓഫ് ആർട്ട് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്ട്സ് ഡിഫറെൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട്. അപ്പം ആർട്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്താ ചെയ്യുന്ന? പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളെ ഡിഫറൻറ്റും ഡിഫിക്കൽട്ടുമാക്കി പറയുന്നു. ആൻഡ് ദർ ഈസ് എ കണക്ഷൻ, അവിടെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയുകയാണ്, നമ്മൾ വർക്കുകൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ സാഹിത്യം എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് സിമ്പിൾ കാര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിട്ടും ഡിഫിക്കൽട്ടുമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്ന കവികൾ അല്ലേ. വളരെ സിമ്പിളുള്ള കാര്യങ്ങൾ വളരെ ഡിഫിക്കൽട്ടുമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരാണ് ആര്? കവികൾ. അപ്പം ആർട്ട് ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആർട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്ട്സ് ഡിഫറെൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട്. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡിൽ പറയുകയാണ്. ചില വസ്തുക്കളെ എടുത്ത് എന്ത് ചെയ്യുന്നു? ഡിഫറൻറ്റും ഡിഫിക്കൽട്ടുമുള്ള രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. അത് ആൻഡ് ദർ ഈസ് എ കണക്ഷൻ, എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ഇവിടെ ഷ്കോൾസ്കി പറയുന്നത്. ന്യൂ ക്രിറ്റിക്സ് എക്സ്പ്ലോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് ലൈഫ്. അപ്പം പുതിയ ക്രിറ്റിക്സുകൾ, വരും തലമുറയിലുള്ള ക്രിറ്റിക്സുകൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് അദ്ദേഹം ചൂണ്ടി നോക്കിയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ എത്തി നോക്കിയപ്പോഴത്തേക്ക് അവരെന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? കലയും ജീവിതവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവർ എക്സ്പ്ലോർ ചെയ്ത്. ആർട്ട് ഈസ് സം ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് ഡിവൈസ് ദാറ്റ് ദ ആർട്ടിസ്റ്റിക് മാനിപ്പുലേറ്റ്സ് ടു ക്രാഫ്റ്റ് ഹിസ് വർക്ക്. ആർട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ റിസൾട്ടാണ്? സം ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് ഡിവൈസസ്. സാഹിത്യപരമായിട്ടുള്ള കലാപരമായിട്ടുള്ള ഡിവൈസുകളുടെ സമ്മാണ് കല എന്ന് ആര് പറയുന്നു? ഷ്കോൾസ്കി പറയുന്നു. അവിടെ ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഹി മാനിപ്പുലേറ്റ്സ് ടു ക്രാഫ്റ്റ് ഹിസ് വർക്ക്. അവിടെ അവൻ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കലാകാരൻ ചെയ്യുന്നു. പലതരത്തിലുള്ള ഒരു വർക്കിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ ചെയ്ത് അവിടെ സാഹിത്യപരമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കയറ്റി കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കയറ്റി അവിടെ എന്തുണ്ടാക്കുന്നു? ഒരു കലയെ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് കലാകാരൻ. ഓക്കെ, കലയെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കലാകാരൻ. ഇത് എല്ലാം ഈ മേൽപ്പറഞ്ഞ എല്ലാ തിയറികളും ഒരു സയൻറ്റിഫിക് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സയൻറ്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്, ശാസ്ത്രീയപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയുന്നെങ്കിലും എന്താ പറയുന്നത്, കുറച്ചുകൂടെ ശാസ്ത്രീയപരമായിട്ട് ഈ ഒരു ആർട്ടിനെ ഒരു ഡിവൈസ്, ഒരു ടെക്നിക്ക് എന്നുള്ള രീതിയിലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ടെക്നിക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ ആര് യൂസ് ചെയ്തേക്കുന്നത്? നമ്മുടെ വിക്ടർ ഷ്കോൾസ്കി യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, വിക്ടർ ഷ്കോൾസ്കി യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വിക്ടർ ഷ്കോൾസ്കിയുടെ ദ ആർട്ടിസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് പോയാൽ മതി. So, thank you for watching Vidya Education.